ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വടക്കേന്ത്യയുടെ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഒരു അനുഗ്രഹത്തിന്റെ മെസ്സേജ് പറയുവാൻ ഈ പകൽക്കാലം എന്നെയും സ്വർഗം സഹായിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളും എനിക്ക് തരുന്ന എല്ലാ പ്രാർത്ഥനാ സഹകരണത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. വടക്കേന്ത്യയുടെ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും ഇന്ന് പകൽക്കാലം അതിസമർത്ഥമായി അനുഗ്രഹിച്ച് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ ചോദിക്കുന്ന പ്രയാസമുള്ള കാര്യമാകുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ഇത് എലീശ പറയാനുള്ളൊരു കാരണം, അവൻ ഏലിയാവിൻ്റെ കൂടെ 50 പ്രവാചകന്മാർ കൂടെ നടന്നെങ്കിലും ഏലിയാവ് താണ്ടിയ 4 തലങ്ങൾ താണ്ടുവാൻ ഇടയായിത്തീർന്നു. 50 പേർക്കില്ലാത്ത ഒരു ദർശനം എലീശയ്ക്ക് ഉണ്ടാകാനുള്ള കാരണം, അവൻ വയലിൽ കാളപൂട്ടി നിൽക്കുമ്പോൾ ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പ് അവന്റെ ശരീരത്തെ മാറ്റത്തിന് തിരികൊളുത്തിയെങ്കിൽ അപ്പനും അമ്മയും കണ്ട് ആമേൻ ഹല്ലേലൂയ ഒരു പോത്തിനെ അടിച്ച് ഉടച്ച് കടിച്ചതിന് ശേഷം തൻ്റെ ആമേൻ അഭിഷിക്തനായ ഏലിയാവിന്റെ കൂടെ കൈക്ക് വെള്ളമടിച്ച അവന്റെ കൂടെ സഞ്ചരിച്ച എലീശ അവസാന സമയത്ത് പറയുകയാണ്, നീ ആത്മാവിൽ എടുക്കപ്പെടുമ്പോൾ നിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം. ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഞാൻ ചില ഘട്ടങ്ങൾ താണ്ടേണ്ടത് അത്യാവശ്യമാണ്. ഏലിയാവ് പറഞ്ഞു, അത് നീ ചോദിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നുവെങ്കിൽ ആ അനുഗ്രഹം നിന്റെ അടുക്കലേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ ഇതാ അതിന്റെ തുടക്കവാക്യത്തിൽ പറയുന്നു, യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ പുറപ്പെട്ടു. ഹല്ലേലൂയ. 4 തലങ്ങൾ, ഒന്ന് ഗിൽഗാൽ, ഒന്ന് ബഥേൽ, ഒന്ന് എരിഹോ, ഒന്ന് യോർദാൻ. ഓരോ തലങ്ങൾ ഘട്ടം ഘട്ടമായി താണ്ടുമ്പോൾ അവൻ ഏലിയാവ് എലീശയോട് പറയുക, നീ ഇവിടെ തന്നെ പാർക്ക, എനിക്കൊരു യാത്രയുണ്ട്. പക്ഷേ അഭിഷേകം ഇരട്ടി പങ്കായി വാങ്ങിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എലീശ പറയുന്നു, ഞാൻ ഈ 50 പ്രവാചകന്മാരെ പോലെ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുവാനല്ല വന്നത്, നിന്റെ കൂടെ യാത്ര പുറപ്പെടുവാനാ. ഓരോ ഘട്ടവും എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് ഞാൻ വഴി ഒരുക്കണമെങ്കിൽ എൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന ചില ഗിൽഗാലുകൾ ഞാൻ താണ്ടേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന ചില ബഥേലുകൾ ഞാൻ ഓവർകം ചെയ്യണം. എൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന ചില എരിഹോവിന്റെ മതിലുകളെ ഞാൻ പൊളിച്ചെടുക്കുവാൻ തയ്യാറാകണം. എൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന ചില മരണയോർദാനുകളെ ഞാൻ താണ്ടുവാൻ തയ്യാറാകണം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ തുടക്കം മുതൽ വായിച്ചാൽ ഈ 4 ഘട്ടങ്ങളും ഏലിയാവിന്റെ കൂടെ എലീശ താണ്ടുവാൻ തയ്യാറായി. ഗിൽഗാലും ബഥേലും എരിഹോവും അതിലുപരി യോർദാനും, ഈ 4 തലങ്ങളും എലീശ താണ്ടിയതിനു ശേഷമാണ് ഏലിയാവിനോട് പറഞ്ഞത്, നീ എടുക്കപ്പെടുമ്പോൾ നിന്നിൽ വ്യാപരിക്കുന്ന ഇരട്ടി പങ്കിന്റെ അഭിഷേകത്തിന്റെ അനുഗ്രഹം എന്നിലേക്ക് വരണമെന്ന്. ഇന്ന് പകൽക്കാലം ഒരു ഇരട്ടി പങ്കിന്റെ അഭിഷേകം, ഒരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവം കൽപ്പിച്ച ചില ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകണം. ചിലപ്പോൾ പ്രയാസമായിരിക്കാം, നിന്ദയായിരിക്കാം, പരിഹാസമായിരിക്കാം, ദുഷിയായിരിക്കാം, ഒറ്റപ്പെടുന്നതായിരിക്കാം, തിരസ്കരിക്കുന്നതായിരിക്കാം. ഏത് മേഖലയായാലും സന്തോഷത്തോടെ അത് ഏറ്റെടുത്തിട്ട് ദൈവം എനിക്കായി ഒരിക്കലും തിന്മ ചെയ്യത്തില്ല, നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമുണ്ടെങ്കിൽ ഏലിയാവ് പറഞ്ഞതുപോലെ നീ ചോദിക്കുന്ന പ്രയാസമാണ് എങ്കിലും ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുന്നുവെങ്കിൽ നിശ്ചയമായും അത് നിങ്ങളിലേക്ക് വരും. ഇന്ന് പകൽക്കാലം ഒരു ഇരട്ടി പങ്കിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.